ഏതാനും ചില അധ്യാപകരും ചുരുക്കം ചില കൂട്ടുകാരും ഈ അടുത്തിടയ്ക്ക് സംസാരിച്ചു. എക്സാമിന്റെ അവസാനം എത്തുമ്പോഴേക്കും അല്ലെ ഫൈനൽ എക്സാമിന് നമ്മൾ ഒരുങ്ങുമ്പോഴേക്കും പാപത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു, തെറ്റായ കൂട്ടുകെട്ടുകളുടെ സാഹചര്യങ്ങൾ കൂടി വരുന്നു, പഠിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് കർത്താവ് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. ഹൃദയ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയില്ല. നിങ്ങളൊരു ഉന്നതമായ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നന്നായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഫൈനൽ എക്സാം മനോഹരമായി പാസ്സാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കപട ഹൃദയം നമ്മൾ ഒഴിവാക്കണം. യേശു ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്ത് മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബോധപൂർവം നമ്മൾ മാറ്റി പാപ സാഹചര്യങ്ങളും പാപ പ്രവർത്തികളും നമ്മൾ ഉപേക്ഷിക്കണം. അതാണ് വചനം പഠിപ്പിച്ചത്. കപട ഹൃദയത്തിലും പാപത്തിനടിമയായ ശരീരത്തിലും ജ്ഞാനം വസിക്കത്തില്ല. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും എത്രയും വേഗം തന്നെ അനുദപിച്ച് വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ച് ഇനി പാപപ്രവർത്തികളോ കാപട്യമുള്ള ഹൃദയത്തിന്റെ സാഹചര്യങ്ങളോ തെറ്റായ ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ദൈവം തരുന്ന ജ്ഞാനം സ്വന്തമാക്കി ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു. ഈശോ